അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ അറബ് രാജ്യങ്ങളുടെ പിന്തുണ ആർക്കായിരിക്കും? വളരെ പ്രസക്തമായിരിക്കുന്ന ഒരു ചോദ്യത്തിന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ഉത്തരം തേടുകയാണ്. ഇതാദ്യമായിട്ടല്ല ഇറാന് നേരെ ഭീഷണി വരുന്നത്, ഇറാന് നേരെ അമേരിക്ക ആക്രമണം നടത്തുന്നത്. ഇറാനുമായി ബന്ധപ്പെട്ട ഉപരോധ വിഷയങ്ങളെല്ലാം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ്. പക്ഷേ ആ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ ഇറാനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാലമാണ് ഈ 2023 ശേഷം കാണാൻ വേണ്ടി സാധിച്ചത്. 15 വർഷത്തിലധികം UAEയും സൗദി അറേബ്യയും ഇറാനും തമ്മിൽ നേർക്കുനേരെ യുദ്ധം നടന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് രാജ്യങ്ങൾ തമ്മിലല്ല എന്ന് മാത്രം യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂത്തികളുമായിട്ടായിരുന്നു ഇവർ ഏറ്റുമുട്ടിയിരുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് പിന്നെ ഒരു ഒത്തുതീർപ്പ് എന്ന തരത്തിലാണ് ചൈന ഇടപെട്ടുകൊണ്ട് 2024 ഇറാനെയും സൗദി അറേബ്യയും ഇടത്തും വലത്തും നിർത്തിക്കൊണ്ട് പ്രശ്നത്തിന് പരിഹാരമുണ്ടായത്. അതിനുശേഷം സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ വലിയ സൗഹൃദ രാജ്യമായിട്ട് തന്നെ അംഗീകരിക്കപ്പെട്ടു. 2 ലക്ഷം അന്ന് ഇറാൻ ഉണ്ടായിരുന്നു. അതിലൊന്ന് 2030 എന്ന് പറയുന്ന രാജ്യവികസനവുമായിട്ട് ബന്ധപ്പെട്ട നക്ഷത്ര നഗരം സൃഷ്ടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അതിനോടനുബന്ധിച്ച് പിണങ്ങി നിൽക്കുന്ന എല്ലാ രാജ്യങ്ങളുമായി സൗഹൃദമുണ്ടാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം സൗദി അറേബ്യക്കുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇറാനുമായിട്ട് സഹകരിക്കാൻ തീരുമാനിച്ചത് എന്ന അഭിപ്രായം അന്ന് പുറത്തു വന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് യുദ്ധമുഖത്താണ് ലോകം നിലനിൽക്കുന്നത്. ഒരു ആക്രമണം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാന് നേരെ ഉണ്ടായാൽ അത് വിപുലവും വ്യാപകമായ രീതിയിലും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലുമുള്ള യുദ്ധമായിട്ട് അത് ശേഷിക്കും അല്ലെങ്കിൽ അവസാനിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കാര്യം ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ പലതവണ ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. തങ്ങളുടെ രാജ്യത്തിന് നേരെ ചെറിയൊരു ആക്രമണം പോലും യുദ്ധപ്രഖ്യാപനമായിട്ട് തങ്ങളത് എടുക്കുമെന്നും സമാനമായ രീതിയിൽ അല്ലെങ്കിൽ ശക്തമായ രീതിയിൽ തിരിച്ചടി തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് ഉണ്ടാവും എന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുകൂടിയാണ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം. ഇപ്പോൾ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് അറേബ്യൻ മേഖല അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖല അപ്പാടെ അമേരിക്കയുമായിട്ട് വലിയ സൗഹൃദ ബന്ധം, നയതന്ത്ര ബന്ധം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഉള്ളതാണ്. 75 വർഷം, 80 വർഷം, ഇത്രയും വർഷങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ബന്ധം പറയുന്നത്. തുർക്കിയിലെ ഓട്ടോമാൻ സാമ്രാജ്യം തകർന്നതിന് ശേഷം പിന്നീട് അറബ് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് ഇടപെടൽ നടത്തിയത് ബ്രിട്ടനാണ്. സാമ്രാജ്യത്തെ തകർത്തതിൽ ബ്രിട്ടനാണ് പങ്കാളിത്തം എന്നതിനാൽ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രദേശങ്ങളെല്ലാം ബ്രിട്ടൻ കീഴടക്കുകയും അതിൻ്റെ ഭാഗമായിരുന്നു പാലസ്തീൻ്റെ ദേശത്തിൻ്റെ ഒരു ഭാഗം ബ്രിട്ടൻ്റെ കോളനിയായിട്ട് അവർ പ്രഖ്യാപിക്കുകയും ഏരിയ വളഞ്ഞുകൊണ്ട് അതിന് പുതിയമായിരിക്കുന്ന സുരക്ഷിത കാര്യങ്ങൾ നൽകുകയും ചെയ്തത്. അതാണ് പിന്നീട് ഇസ്രായേലിൻ്റെ ഒരു ഭാഗമാക്കി നൽകാൻ വേണ്ടി തീരുമാനിച്ചത്. പിന്നെ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി, 1-2 പ്രാവശ്യമൊക്കെ മാറ്റിവെച്ചു. പിന്നീട് അവർക്ക് വിൽപ്പന നടത്തി എന്നും പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഇസ്രായേലിൻ്റെ ഫലസ്തീൻ്റെ ഓരോരോ ഭാഗങ്ങൾ പിടിച്ചെടുത്ത് ഇന്നത്തെ ഇസ്രായേലിൻ്റെ രൂപം ഉണ്ടാക്കിയത് 1-ാം ലോക യുദ്ധത്തിലെ തുർക്കി സാമ്രാജ്യം തകർന്നതോടുകൂടി, അതായത് ഓട്ടോമൻ സാമ്രാജ്യം തകർന്നതിന് ശേഷമാണ് എന്നാണ് ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം അറേബ്യൻ രാജ്യങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട 6 രാജ്യങ്ങൾ, മിഡിൽ ഈസ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട 6 രാജ്യങ്ങൾ, ഖത്തർ, UAE, ബഹ്റൈൻ, കുവൈറ്റ്, പിന്നീട് സൗദി, ഒമാൻ. ഈ 6 രാജ്യങ്ങൾ, 4 രാജ്യങ്ങൾ ഒരു രീതിയിലും 2 രാജ്യങ്ങൾ മറ്റൊരു രീതിയിലുമാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധം ഇപ്പോൾ തുടരുന്നത്. അഥവാ ഖത്തർ, UAE, ബഹ്റൈൻ, കുവൈത്ത് എന്ന് പറയുന്ന 4 രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് എയർബേസുകളും സൈനിക താവളങ്ങളും സംവിധാനങ്ങളും ഉണ്ട്. ഇവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചോ ഇവിടെ നിന്ന് പുറത്തു പോകുന്ന വിമാനത്തെക്കുറിച്ചോ യാതൊരു കൃത്യമായിരിക്കുന്ന വിവരവും ഈ രാജ്യത്തിനില്ല എന്നാണ് അനുമാനം. സൗദി അറേബ്യയും ഒമാനും നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവർക്ക് സൈനിക ബേസ് 2 രാജ്യങ്ങളുമില്ല. ഒമാനിലുമില്ല, സൗദി അറേബ്യയിലുമില്ല. സൗദിയിലെ ജനങ്ങളുമായിട്ട് സർക്കാർ നടത്തിയിരിക്കുന്ന ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടാണ് സൗദിയുടെ എയർബേസ് സൈനിക ബേസ് മാറ്റിയത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തെ കാണുന്നത്?
ഏത് തരത്തിലാണ് സർക്കാർ നീങ്ങേണ്ടത് എന്ന രീതിയിലുള്ള ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരു നിലപാട് സൗദി ഗവൺമെൻറ് ഡയറക്റ്റ് എടുത്തതിൽ നിന്ന് അമേരിക്കയുടെ സൈനികർ രാജ്യത്ത് തുടരുന്നതും അമേരിക്കയുടെ സൈനിക സംവിധാനം രാജ്യത്തുണ്ടാകുന്നതിനെയും എല്ലാവരും എതിർത്ത് നിലപാട് പറഞ്ഞു എന്നതിനാൽ അതിന് തുടർച്ചയായ രീതിയിൽ ഘട്ടം ഘട്ടമായ രീതിയിലാണ് സൈനിക ബേസും സൈനികരെയും രാജ്യത്തും നീക്കം ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒമാനിൽ അത്ര വലിയ ജനകീയപരമായിരിക്കുന്ന വോട്ടിങ്ങും സംവിധാനവും ഒന്നും ഇല്ലെങ്കിലും ഭാവിയിൽ അമേരിക്കയുടെ സൈനികർ തുടരുകയാണെങ്കിൽ തങ്ങൾക്ക് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമോ എന്ന് പേടി ഒമാനിലുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരും ഒഴിവാക്കി എന്നുള്ളതാണ് പറയുന്നത്. നയതന്ത്ര ബന്ധമല്ല, പകരം സൈനിക ബേസ് നൽകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അടിയന്തര ഘട്ടങ്ങളിലൊക്കെ സൈനിക ബേസ് വിട്ടുകൊടുക്കുന്നതിന് രണ്ട് രാജ്യങ്ങൾക്കും വിരോധമില്ല. അങ്ങനെ ഒരു കരാറുണ്ട്. അത് ഏത് രാജ്യത്താണെങ്കിലും ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും, അതിൻ്റെ ഭാഗമായിട്ട് എന്നല്ലാതെ പ്രത്യേകത ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഖത്തറും UAEയും ബഹ്റൈനും കുവൈത്തും ഇതിലുള്ള വിഷയം എന്ന് പറയുന്നത് ഈ 4 രാജ്യങ്ങൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് നിലപാടെടുക്കും എന്നുള്ളത് വളരെ നിർണായകമാണ്. ബഹ്റൈനുമായിട്ട് ഇറാന് വലിയ രീതിയിലുള്ള ബന്ധമുണ്ട്. ആ ബന്ധം എന്ന് പറയുന്നത് ഷിയ മിലീഷ്യകൾ അല്ലെങ്കിൽ ഷിയാക്കൾ കൂടുതലുള്ള അറേബ്യൻ രാജ്യങ്ങളിലെ ഒരു രാജ്യത്തിൻ്റെ പേരാണ് ബഹ്റൈൻ എന്ന് പറയുന്നത്. കൂടുതലും ഷിയാക്കളും കുറഞ്ഞ ഭാഗം സുന്നികളുമാണ് അവിടെ. അതുകൊണ്ട് തന്നെ ഷിയ മിലീഷ്യ വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. ഖത്തറുമായിട്ട് വലിയ രീതിയിലുള്ള അടുത്ത ബന്ധമൊന്നും ഇറാനില്ല, എന്നാലും സൗഹൃദ ബന്ധമുണ്ട്. അതായത് സൗദിയെ പോലെയുള്ളൊരു ബന്ധം ഖത്തറുമായിട്ട് ഇറാനില്ല. എന്നാൽ ഖത്തറിൽ നിന്ന് ഇറാനെ ആക്രമിക്കുന്നതിന് അവരെതിരാണ്. അവർ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. യുദ്ധം രൂക്ഷമാവുകയാണെങ്കിൽ UAEയും ഈ കുവൈറ്റും ഒക്കെ ഏറെക്കുറെ ഇറാനുമായിട്ട് നയതന്ത്ര ബന്ധമുണ്ട് എന്നുള്ള കാര്യം കൃത്യമാണ്. സൗഹൃദ ബന്ധമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. സൗദിയുമായിട്ടാണ് ഈ മേഖലയിൽ ഇപ്പോൾ ഏറ്റവും വലിയ ബന്ധം ഇറാനുമായിട്ട് നിലനിൽക്കുന്നത്. 3 പ്രാവശ്യമെങ്കിലും അന്നത്തെ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ജിദ്ദ ഉച്ചകോടിയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം യുദ്ധസമാന സാഹചര്യങ്ങൾ ഉണ്ടായാൽ അറബ് രാജ്യങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അത് വലിയ സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയമായിട്ടാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയോട് തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കരുത് എന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആക്രമിച്ചാൽ ഇറാൻ്റെ തിരിച്ചടി ഉണ്ടാവും. ഇറാൻ്റെ തിരിച്ചടി ഉണ്ടായാലോ അത് അറബ് രാജ്യങ്ങളുടെ സൗഹൃദത്തെയും അമേരിക്കയുടെ സൗഹൃദത്തെയും സാരമായിട്ട് ബാധിക്കും. ഒരു പക്ഷേ രാജ്യം വിട്ടു പോകാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾ പറയും എന്നൊരു പേടി നിലവിൽ അമേരിക്കക്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ 6 രാജ്യങ്ങൾ നമ്മൾ എണ്ണിയാൽ ഈ 6 രാജ്യങ്ങളിൽ നിന്നും ഇറാൻ ആക്രമിക്കുന്നതിന് 100% അവരെതിരാണ്. തങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിക്കരുത് എന്ന് അവർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഖത്തർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഖത്തറിന് ഒരു പ്രാവശ്യം ആക്രമണം ഇറാൻ നടത്തിയതാണ് എന്നതിനാൽ. അപ്പോൾ ഇത്തരമൊരു ആക്രമണം ഈ മേഖലയിൽ നിന്ന് ഉണ്ടാവില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. വല്ല കാരണവശാലോ ഉണ്ടായാൽ തിരിച്ചടി ഭയാനകരമാണ് എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അവിടെ ശേഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അറേബ്യൻ രാജ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇറാൻ തിരിച്ചടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏത് മേഖലയിൽ നിന്ന് ഇറാനെ ആക്രമിച്ചാലും തങ്ങളുടെ തിരിച്ചടി വളരെ കൃത്യതയോടുകൂടിയുള്ളതും ശത്രുവിന് പ്രഹരമേൽക്കുന്ന തരത്തിലുള്ളതുമാണ്. അഥവാ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങൾ ഈ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി വലിയ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ ആഴ്ചകളായി ആ ശ്രമം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി അമേരിക്കയുമായിട്ട് ഇടപെട്ട് വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ കാര്യം ഏതൊരു രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ കടലിൽ നിന്ന് അല്ലെങ്കിൽ കപ്പലിൽ നിന്ന് ആക്രമണം ഉണ്ടായാലും ആക്രമിക്കുന്ന മേഖല മാത്രമായിരിക്കില്ല തങ്ങൾ ലക്ഷ്യം വെക്കുക. അതിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ ബേസ് ഉണ്ടാകും എന്നുള്ള കാര്യം പറഞ്ഞതോടുകൂടി അറബ് രാജ്യങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ടായിരിക്കുന്നു. അവർക്ക് അതുകൊണ്ട് തന്നെ ഇത് ഈ പ്രശ്നത്തിന് പരിഹാരത്തിനാണ് ശ്രമിക്കുന്നത്. പരിഹാരം ആവാത്തൊരു സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇറാൻ അറേബ്യൻ രാജ്യങ്ങളെ ആക്രമിക്കും. അത് ഏറെക്കുറെ ഉറപ്പാണ്. ഇസ്രായേലിനെ എങ്ങനെയാണോ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുന്നതിന് തത്തുല്യമായ രീതിയിൽ അറബ് രാജ്യത്തുള്ള അമേരിക്കയുടെ ബേസ് ആക്രമിക്കുന്ന സമയത്ത് ഇവിടെ വിഷയം വരുന്നത് അറബ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിൽ ഉടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അഥവാ സൗദി അറേബ്യയെ പോലെയും ഒമാനെ പോലെയും രാജ്യത്തിൽ നിന്ന് സൈനിക ബേസുകളെ ഒഴിവാക്കണമെന്ന് ഔദ്യോഗികപരമായ രീതിയിൽ അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെടും എന്ന് ചുരുക്കം.